ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലായ തന്ത്രി കണ്ഠരര് രാജീവരെ SIT സംഘം കസ്റ്റഡിയിൽ വാങ്ങും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ, വെരി ഗുഡ് മോർണിംഗ്. ഇതടക്കം എന്തൊക്കെ വാർത്തകൾ ഇന്ന് നമുക്ക് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം? ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. തെക്കൻ കേരളത്തിൽ നിന്ന് ഇന്ന് പ്രധാനമായിട്ടും സംഭവിക്കാൻ പോകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടതിനു ശേഷമുള്ള തുടർ നടപടികളാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അലയൊലികൾ ഇന്നു മുതൽ അങ്ങോട്ട് സംഭവിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. രാഷ്ട്രീയ പ്രതികരണങ്ങളടക്കം അതിനകത്ത് ഇനിയും വരേണ്ടതായിട്ടുണ്ട്. നിർണായകമായിട്ടുള്ള മറ്റ് നീക്കത്തിലേക്കടക്കം SITക്ക് കടക്കേണ്ടതായിട്ടുമുണ്ട്. SITക്ക് ഹൈക്കോടതി 6 ആഴ്ചത്തെ സമയം കൂടി നീട്ടി നൽകിയിട്ട് അധിക ദിവസമായിട്ടില്ല. അപ്പോൾ അതിനിടയിലാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനിർണായകമായിട്ടുള്ള അറസ്റ്റിലേക്ക് SIT കടന്നത്. തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റോടുകൂടി ശബരിമല സ്വർണ്ണക്കൊള്ള ഇത് ഇനിയും കൂടുതൽ ഉന്നതരിലേക്ക് പോകും എന്നുള്ള സൂചനകൾ ഇതിനോട് തന്നെ ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SITക്ക് കൂടുതൽ തെളിവുകൾ, കൂടുതൽ വിവരങ്ങൾ കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവരെ കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച കോടതിയിൽ സമർപ്പിക്കാനാണ് SIT ആലോചിക്കുന്നത്. തന്ത്രിയെ വളരെ വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് തന്ത്രിക്കുള്ള സാമ്പത്തിക ഇടപാടുകൾ, തന്ത്രിക്ക് ശബരിമലയിലടക്കം ഈ പറയുന്ന വലിയ തരത്തിലുള്ള സ്വാധീനമുള്ള ആളാണ്. അവിടെ ശബരിമലയുടെ പൂർണ്ണ ചൈതന്യം കാത്തു സൂക്ഷിക്കേണ്ട വ്യക്തികളിൽ ഒരാൾ എന്ന് പറയുന്നത് തന്ത്രിയാണ്. ആ തന്ത്രിയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് കോടിക്കണക്കിന് ഭക്തരെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നതിൽ പ്രധാനി. അപ്പോൾ അതിനകത്ത് തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെയാണ്, അവർ തമ്മിലുള്ള വിദേശയാത്ര അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, യാത്രകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടുതലായിട്ട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുമാത്രവുമല്ല, അതിനപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ ശബരിമല ഇത്രയധികം സ്വാധീനമുണ്ടായി, അതിന് തന്ത്രി ഏതൊക്കെ രീതിയിലുള്ള വഴി തെളിച്ചു കൊടുത്തു, അപ്പോൾ അതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഈ പറയുന്ന തന്ത്രിയെയും ഒക്കെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റ് രാഷ്ട്രീയ ബന്ധങ്ങൾ ഇതിനകത്ത് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ഒരു സ്വാധീനം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിലവിൽ ഉയർന്നു നിൽക്കുന്ന രാജ്യാന്തര സ്വർണ്ണക്കൊള്ളയടക്കമുള്ള ആരോപണങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ വിശദമായിട്ട് ചോദ്യം ചെയ്യാനായിട്ട് തിങ്കളാഴ്ചയായിരിക്കും SIT ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. പക്ഷേ അപ്പോഴും വളരെ നിഷ്കളങ്കനായിട്ട് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളൊരു പ്രതികരണം തന്നെയാണ് തന്ത്രി കണ്ഠരര് രാജീവര് ഇപ്പോഴും നടത്തുന്നത്. ഇന്നലെ 24-നോട് ഈ തന്ത്രിയുടെ അഭിഭാഷകൻ സംസാരിക്കുമ്പോഴും പറയുന്നുണ്ട്, തന്ത്രി ഇനി മല ചവിട്ടില്ല, തന്നെ കുടുക്കിയതാണ്, താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വളരെ കരഞ്ഞുകൊണ്ട് വൈകാരികനായിട്ട് തന്ത്രി പറഞ്ഞു എന്നുള്ള ഒരു കാര്യം ഈ പറയുന്ന തന്ത്രിയുടെ അഭിഭാഷകൻ 24-നോട് പറഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോഴും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വളരെ നിഷ്കളങ്കമായി അദ്ദേഹം പറഞ്ഞു പോവുകയാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല എന്നുള്ള വസ്തുത നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം SIT എല്ലാ തെളിവുകളും ശേഖരിച്ചു തന്നെയാണ് അതിനിർണായകമായിട്ടുള്ള അറസ്റ്റിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് കടന്നിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ, കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് SIT കടക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അലയൊലികൾ തുടങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-ന്റെ സംസ്ഥാന സമിതി ഇന്നലെ LDF യോഗമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. രാവിലെ 10 മണിക്ക് AKG സെന്ററിലാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുക. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി സെക്രട്ടേറിയറ്റ് സമഗ്രമായിട്ട് വിലയിരുത്തും. ഈ തോൽവി അല്ലെങ്കിൽ ഈ തിരിച്ചടി വലിയ തരത്തിൽ ചില പാഠങ്ങൾ നൽകുന്നുണ്ട് എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, ജനങ്ങളെ ഏതൊക്കെ രീതിയിൽ ജനങ്ങളിലേക്ക് ഇനിയും ഇറങ്ങിച്ചെല്ലണം, അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിനകത്ത് തന്ത്രിയുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളും ഈ CPM സെക്രട്ടേറിയറ്റിനകത്ത് ചർച്ചയാകും. എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ തരത്തിലുള്ള ഒരുക്കങ്ങളിലേക്ക് CPM-ഉം LDF-ഉം കടക്കുകയാണ്. അതിനകത്ത് കേന്ദ്രവിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഈ അടുത്ത മാസം 1 മുതൽ ഈ പറയുന്ന വലിയ തരത്തിലുള്ള ജാഥകൾ സംഘടിപ്പിക്കുകയാണ്. 1-ാം തീയതി മുതൽ, അതായത് ജനുവരി 1 മുതൽ വടക്കൻ കേരളത്തിൽ നിന്ന് MP ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖല ജാഥകൾ തുടങ്ങും. അതിനുശേഷം 4-ാം തീയതിയോടുകൂടി തെക്കൻ ജാഥകൾക്ക് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേതൃത്വം നൽകും. മധ്യ കേരള ജാഥയ്ക്ക് ജോസ് കെ മാണിയായിരിക്കും നേതൃത്വം നൽകുക. അങ്ങനെ കേന്ദ്ര വിരുദ്ധ പ്രചരണവും അതോടൊപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും ചർച്ച ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട CPM-ന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ CPM സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യും. ഇതടക്കമുള്ള കാര്യങ്ങളുടെ തുടർ വാർത്തകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.